ഹലോ കൂട്ടുകാരെ, ക്ലാസ് തുടങ്ങുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് യൂട്യൂബ് ചാനൽ കേട്ട് പഠിക്കുന്നവർ ബുക്ക് കൂടി വെച്ച് നോക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ എക്സാമിനും ആൻസർ പെട്ടെന്ന് നോക്കി എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ക്യാഷ്വൽ ലീവിനെ പറ്റിയാണ് പറയുന്നത്. KSR വോളിയം 1 പേജ് നമ്പർ 322 അപ്പൻഡിക്സ് 7. ക്യാഷ്വൽ ലീവിനെ ഒരു ലീവ് ആയി കണക്കാക്കിയിട്ടില്ല. ക്യാഷ്വൽ ലീവിന് ചാർജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. ഒരു വർഷം 20 ക്യാഷ്വൽ ലീവ് ആണ് ഉള്ളത്. ടീച്ചർമാർക്ക് 15 ഒറ്റത്തവണ മാക്സിമം 15 ദിവസം CL എടുക്കാം, ഇൻക്ലൂഡിംഗ് സൺഡേ ആൻഡ് ഓതറൈസ്ഡ് ഹോളിഡേയ്സ്. എന്നാൽ ന്യൂഡൽഹിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, കേരള ഗവൺമെൻറ് ജോലിക്കാർക്ക് ഒരു സ്ട്രെച്ചിന് 20 ക്യാഷ്വൽ ലീവ് എടുക്കാവുന്നതാണ്. ഒരു വർഷത്തിൽ 20 CL സർവീസിൻ്റെ ലെന്ത് നോക്കാതെ അലൗഡ് ആണ്. ഒരു ഓഫീസർ CL എടുക്കുമ്പോൾ ഓഫീസ് ഹെഡിനെ അറിയിക്കേണ്ടതാണ്. ഓഫീസ് ഹെഡ് CL എടുക്കുമ്പോൾ HODയെ അറിയിക്കേണ്ടതാണ്. HOD CL എടുക്കുമ്പോൾ ഗവൺമെൻറ്റിനെയും അറിയിക്കേണ്ടതാണ്. ക്യാഷ്വൽ ലീവ് രജിസ്റ്റർ എല്ലാ ഓഫീസിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ക്യാഷ്വൽ ലീവ് രജിസ്റ്റർ ഫോം നമ്പർ 19 ആണ്. ഒരു ഓഫീസർ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻ മാറുമ്പോൾ കൺട്രോളിംഗ് ഓഫീസർ CL ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. CL ഹാഫ് ഡേ ആയി എടുക്കാവുന്നതാണ്. എന്നാൽ മ്യൂസിയം, സൂ എന്നിവയിൽ ഷിഫ്റ്റ് ആയി വർക്ക് ചെയ്യുന്നവർക്ക് ഹാഫ് ഡേ CL ലഭിക്കുന്നതല്ല. CL മറ്റു ലീവുകളുമായി കമ്പൈൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല. HODക്ക് വേണമെങ്കിൽ ഇതിന് അനുവദിക്കാവുന്നതാണ്. CL നോട്ട് ബീയിങ് ആസ് ലീവ്. KSR വോളിയം 1 ചാപ്റ്റർ 3 റൂൾ 14 നോട്ട് 1 പെർമിഷൻ ഇല്ലാതെ 3 ദിവസം ലേറ്റായി വന്നാൽ ഒരു CL പോകുന്നതാണ്. സ്പെഷ്യൽ CLൻ്റെ കൂടെ ഓർഡിനറി CL എടുക്കാൻ പറ്റില്ല. ടൂറിലുള്ള ഉദ്യോഗസ്ഥൻ CL എടുത്താൽ ഡെയിലി അലവൻസ് ലഭിക്കില്ല.